ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് കേട്ടോ. ചെറുപയർ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് പ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഓണസദ്യയിലൊക്കെ കഴിക്കണ അതേ ടേസ്റ്റിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് 250 ml കപ്പിൽ 2 കപ്പ് ചെറുപയർ പരിപ്പാണ്. അതായത് ഒരു 500 അര കിലോ ചെറുപയർ പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് കൊണ്ട് ഇതുണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ആണ് നമ്മൾ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തീ കത്തിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഫ്ലെയിം ഓണാക്കി വെച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് നമുക്ക് അതിന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് വേണം നമുക്ക് പായസം ഉണ്ടാക്കാം. പായസത്തിൻ്റെ അതേ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വറുത്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും ഇതിൻ്റെ പകുതി നമുക്കൊന്ന് കോരി മാറ്റണം. പകുതി നമ്മൾ വറുക്കുന്നുള്ളൂ. പകുതി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഒന്ന് ജസ്റ്റ് പായസത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൊത്തമായിട്ടൊന്ന് വെന്ത് പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റില്ല. അതിൻ്റെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പകുതി കോരി മാറ്റുന്നത്. ഇനി ബാക്കിയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കൈവിടാതെ തന്നെ ഇളക്കി ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച പകുതിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാതും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ പയറൊന്ന് തണുത്തതിന് ശേഷം ഞാനതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഇത് വേവിക്കണത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ 2 കപ്പാണല്ലോ പരിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പിൻ്റെ ഇരട്ടി, അതായത് 4 കപ്പ് 250 ml കപ്പിൽ 4 കപ്പ് വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അത് വെള്ളം കറക്റ്റായാലും നമ്മൾ പരിപ്പ് പാകം വേവിൽ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഏത് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുത്തിട്ടുള്ളത്, പരിപ്പ് അളന്നെടുത്തിട്ടുള്ളത്, ആ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 2 വിസിൽ വരെ നമുക്കത് വേവിച്ചെടുത്താൽ മതി. 2 വിസിലായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പയർ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ 1 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് 250 ml ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് പാനിയാക്കാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ശർക്കര കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് പാനിയാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ 2 വിസിൽ വന്ന് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതോ നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് കടിക്കാനും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളതൊന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകമായിട്ടുള്ളത്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം.
ഒരു വലിയൊരു പാത്രത്തിൽ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് പയർ ഈ ലെവലിൽ കിട്ടുള്ളൂ. കുറച്ച് ചെറുതായിട്ട് കടിക്കാനും ബാക്കിയുള്ളത് നമുക്ക് പായസത്തിലേക്കുള്ള പരുവത്തിലും കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം ഉടഞ്ഞ് നല്ല പരുവത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പയർ വിട്ട് കിട്ടുന്ന ലെവലിൽ നന്നായിട്ടൊന്ന് ശർക്കരപ്പാനി കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ നമ്മുടെ ശർക്കരയിൽ തന്നെ നല്ല പയറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ രണ്ടാം പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് 500 ലിറ്റർ, അതായത് 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം. നിങ്ങൾക്കിത് നല്ല തിക്കായിട്ടുള്ള പായസം വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ അതിനനുസരിച്ച്, പാക്കറ്റ് പാലാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 500 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടാനുണ്ടാകും, തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഏലക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ അളവ് 1.5 ടീസ്പൂൺ വരെ ആവാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചുക്കുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചുക്കുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചുക്കുപൊടി എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇതാ നമ്മുടെ പായസത്തിൽ നമ്മൾ ശർക്കരയും പാലും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാൽ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റിൻ്റെ ഒരു കാൽഭാഗം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ലൂസായിട്ടുള്ള കുറച്ചൊരു ഇത് എന്തായാലും ചൂടാറുമ്പോൾ ലൂസായി തിക്കായി വരുന്ന ഒരു പായസമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം, ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ. അപ്പോൾ അതാ ഞാൻ നെയ്യിൽ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. പായസം നല്ല ഞാനിപ്പോൾ ചൂടോട് കൂടിയാണ് ഇത് വിളമ്പണത്. ചൂടാറിയതിന് ശേഷമാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തിക്കാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് ചേർത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അത് പിന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പായസം. നല്ല സൂപ്പർ പായസമാണ്. തേങ്ങാക്കൊത്തും ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടി മുന്തിരി അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചെറിയ ജീരകത്തിൻ്റെയും പിന്നെ ഏലക്കാപ്പൊടിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ല ഭാരം സൂപ്പറാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്കിപ്പോൾ ഈ മധുരം കറക്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ തേങ്ങാപ്പാലിലും ഉണ്ടാക്കാം. തേങ്ങാപ്പാലിലാണ് ശരിക്കും ഉണ്ടാക്കേണ്ടത്. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ റെഡിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പാക്കറ്റ് പാൽ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇനി പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റ് പാൽ യൂസ് ചെയ്യുക. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കി നോക്കാം. എന്തിലാണെങ്കിലും നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.